കഥ ഇപ്പൊ എന്തായാലും ക്ലിയർ ആയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അനു ഉറപ്പായിട്ട് കേസ് പിൻവലിച്ച് അലോകിനെ രക്ഷിക്കാനാണ് പോകുന്നത്. അതിന്റെ ഒരു സൂചനയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. ഇപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ഗോമതിക്കും മിത്രയ്ക്കൊക്കെ ചെറിയൊരു മനമാറ്റം വന്നു തുടങ്ങി. അനു നേരത്തെ തന്നെ മനസ്സ് മാറാൻ കാത്തിരിക്കുന്ന പോലെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടത്. അലോകിനെ കണ്ട് പാവം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇനിയിപ്പോ മനസ്സ് മാറാൻ കാത്തിരിക്കുന്ന അനുവിനോട് ഇവരെല്ലാരും കൂടി ചേർന്ന് സംസാരിച്ച് മുഴുവനായിട്ട് മനസ്സ് മാറ്റി കേസ് പിൻവലിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ എന്തായാലും അലോക് തിരിച്ച് ജയിലിലേക്ക് പോയിരിക്കുകയാണ്. കേസിന്റെ അടുത്ത ഹിയറിംഗ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ ദിവസം തന്നെ ചിലപ്പോൾ വിധി വരാനും ചാൻസ് ഉണ്ട് എന്നൊക്കെയാണ് വക്കീൽ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ഹിയറിംഗോട് കൂടി അലോക് കേസ് ജയിച്ചതിന് ശേഷം അലോകിനെയും കൂട്ടി വീട്ടിലേക്ക് വരും എന്നൊക്കെ അച്യുതൻ രാജശ്രീയോട് പറഞ്ഞതാണ്. രാജശ്രീ ആണെങ്കിൽ എനിക്ക് എൻ്റെ മോനെ കാണാൻ തോന്നിയിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് അലോകിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോനെ കൊണ്ടുവരാൻ പറ്റിയില്ല, കേസ് ഇപ്പോഴും നമ്മൾ ജയിച്ചിട്ടില്ല, തീരുമാനമായിട്ടില്ല, ഇനി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അച്യുതൻ തനിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ രാജശ്രീ ആകെ പൊട്ടിത്തെറിക്കാൻ പോകുന്നുണ്ട്. അനുശ്രീയുടെ മൊഴി അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു. കോടതിയും ജഡ്ജിനെയും ഒക്കെ കാണുമ്പോൾ ഈ അനുശ്രീ പേടിക്കും, പിന്നെ അവളൊന്നും പറയില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരുന്നില്ല അവള് നല്ല ധൈര്യമായിട്ട് കാര്യങ്ങളെല്ലാം പറയായിരുന്നു. അതാണ് ഇപ്പൊ നമുക്ക് കേസിൽ ജയിക്കാൻ കഴിയാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്യുതനും അനന്തനും ഇങ്ങനെ പറയുമ്പോൾ രാജശ്രീ ഞാൻ അവളെ വെറുതെ വിടില്ല, ആ ബാലനെ അനുശ്രീയെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയാൻ പോകുന്നുണ്ട്. അപ്പൊ കൂടെ തന്നെ ഇവിടെ ദേവമംഗലത്ത് എന്താന്ന് വെച്ചാൽ ഗോമതി ഇപ്പൊ ചെറുതായിട്ട് മനസ്സ് മാറി. അങ്ങനെ വീട്ടിൽ വന്നതിന് ശേഷം മീനുവിനോടും മിത്രയോടൊക്കെ പറയുന്നുണ്ട്, അലോകിനെ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി, എൻ്റെ ഏട്ടൻ്റെ മോനല്ലേ, എന്തൊക്കെ പറഞ്ഞാലും പോലീസുകാർ അവനെ തല്ലി കാണുമോ, അവൻ ആകെ കോലം കെട്ടു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സിമ്പതിയാണ് ഗോമതിക്ക്. അങ്ങനെ മീനു ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കിപ്പോൾ എന്താ അങ്ങോട്ടൊരു ചായ്വ്, അവൻ അനുശ്രീയോട് ചെയ്തത് എന്താന്നൊക്കെ അമ്മ മറന്നുപോയോ, അമ്മയുടെ മോളല്ലേ ഇത്, മാത്രമല്ല എന്നെ കൈക്കൂലി കേസിൽ അകത്താക്കിയവനും കൂടിയാ, അവൻ അനുഭവിക്കണം, അവൻ ഇതും വരണം ഇതിൽ കൂടുതലും വരണം എന്നൊക്കെ പറഞ്ഞ് മീനു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിത്ര ഇങ്ങനെ അനുവിനോട് ചോദിക്കുകയായിരുന്നു, അലോകിന്റെ റിയാക്ഷൻ എന്തായിരുന്നു നിന്നെ കണ്ടപ്പോൾ എന്നൊക്കെയാണ് ചോദിച്ചത്. എന്ത് റിയാക്ഷൻ, അവൻ വന്ന് മാപ്പൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോൾ മിത്രയ്ക്ക് ചെറുതായിട്ട് അയ്യോ പാവം ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെയാണ് ഈ മീനു ആർക്കും മനമാറ്റം ഒന്നും വേണ്ട, അവൻ അനുഭവിക്കണം, അവൻ ഇതെല്ലാം കിട്ടേണ്ടത് തന്നെയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മിത്രയ്ക്ക് ആകെ വിഷമം വരുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് എണീറ്റ് പോവുക. അപ്പുറത്ത് പോയി നിന്ന് മിത്ര ഇങ്ങനെ സങ്കടപ്പെടുകയാണ്. എന്നാലും പാവം സ്വന്തം ഏട്ടനല്ലേ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ കണ്ണീരൊക്കെ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗോമതിക്കും അതേ രക്തബന്ധത്തിന്റെ സ്നേഹമാണ് ഇപ്പോൾ അലോകിനോട് വരുന്നത്. പക്ഷെ കോടതിയിൽ നിന്ന് തന്നെ നമ്മുടെ ആര്യനും ബാലനും ഒക്കെ ഗോമതിയോടും അനുവിനോടൊക്കെ പറഞ്ഞതാണ്, ഇപ്പൊ വന്ന് മാപ്പ് പറഞ്ഞു എന്നൊക്കെ കരുതി അവൻ നല്ലവനാണെന്ന് വിചാരിക്കൊന്നും വേണ്ട, അവൻ മനസ്സ് മാറിയെന്ന് തെറ്റിദ്ധരിക്കുകയും വേണ്ട, ഇതൊക്കെ അവന്റെ ഒരു നമ്പറാ, അവന്റെ വക്കീല് അവന് പറഞ്ഞു കൊടുത്ത ട്രിക്കായിരിക്കും, കേസിൽ ജയിക്കാൻ വേണ്ടിയുള്ള അടവുകളാണ് ഇതൊന്നും നമ്മൾ വിശ്വസിക്കരുത്, ഇതൊന്നും കാര്യമാക്കണ്ട, നമ്മൾ നമ്മുടെ കേസിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അനുശ്രീ എന്തായാലും കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഇനി ചുറ്റും നിൽക്കുന്നവരായിരിക്കും ഇനി അനുശ്രീയെ പറഞ്ഞ് മനസ്സ് മാറ്റുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി എന്ന് വെച്ചാൽ നമ്മുടെ അച്ചമ്മയായിരിക്കും. അലോകിന്റെ അച്ചമ്മ, അനുശ്രീയുടെ അമ്മമ്മയുണ്ടല്ലോ, ഇന്ദിരാമ്മ, ആ അമ്മയായിരിക്കും. കൃഷ്ണമംഗലത്തെ എല്ലാവരും ഉറങ്ങിയിട്ട് തന്നെ പല ദിവസങ്ങളായി മോളെ എന്നൊക്കെ പറഞ്ഞ് ഈ അമ്മമ്മ അനുവിനോട് വന്ന് സംസാരിക്കാൻ പോവാണ്. അപ്പൊ അനുവിന് പണ്ടേ ഈ അമ്മമ്മയോട് ചെറിയൊരു സ്നേഹം ഉണ്ടല്ലോ. അങ്ങനെ അമ്മമ്മ പറയുമ്പോൾ എങ്ങനെയാ വേണ്ടാന്ന് പറയാ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കാൻ പോകുന്നുണ്ട്. കൂടെ തന്നെ കൃഷ്ണമംഗലത്തെ അവസ്ഥയെക്കുറിച്ച് ധർമ്മൻ മാമനും ചിലപ്പോൾ അനുശ്രീയോട് വന്ന് സംസാരിക്കുമായിരിക്കും. കൂടെ തന്നെ നമ്മുടെ മിത്രയോട് നന്ദിതയൊക്കെ പറയാൻ പോകുന്നുണ്ട്. അവിടെ ആകെ സമാധാനമില്ല മോളെ, നീ സംസാരിച്ച് എന്തെങ്കിലും ഒന്ന് ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാനും പോകുന്നുണ്ട്. അങ്ങനെ മിത്രയും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അങ്ങനെ മിത്ര ലൈറ്റായിട്ട് ആരും ഇല്ലാത്തൊരു സമയം നോക്കി അനുശ്രീയോട് പറയാൻ പോകുന്നുണ്ട്, ആ ലോക് നിന്നോട് മാപ്പ് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്, എനിക്ക് അവന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റും, ഇതുകൊണ്ട് തന്നെ അവൻ ഇപ്പൊ നേരെ ആയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നീ വിചാരിക്കുന്നത് പോലെ അവൻ അത്രയ്ക്ക് ദുഷ്ടനൊന്നുമല്ല, ഞാനാ എല്ലാത്തിനും കാരണം, എന്റെ കല്യാണ കാര്യത്തിൽ ഞാൻ ചെയ്തു വെച്ച അബദ്ധമാണ് അലോകിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്, അല്ലാതെ അലോക് ബേസിക്കലി ഒരു ക്രിമിനൽ ഒന്നും അല്ല, അവനെ ഇതിൽ കൂടുതൽ ശിക്ഷിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ മിത്രയും പറയുന്നതോടുകൂടി അനുശ്രീ മനസ്സിലാക്കുകയാണ്, കൃഷ്ണമംഗലത്തുള്ളവർക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ളവർക്കും ഈ കേസിന്റെ കാര്യത്തിൽ വലിയ താല്പര്യമില്ല എന്നിങ്ങനെ മനസ്സിലാക്കി അച്ഛനോട് ചോദിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ അച്ഛന്റെ സമ്മതത്തോടു കൂടി അനുശ്രീ അടുത്ത ഹിയറിങ്ങിന് കോടതിയിൽ പോയി എനിക്ക് കേസൊന്നുമില്ല പിൻവലിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അലോകിനെ രക്ഷിക്കാനും പോകുന്നുണ്ട്. അതോടുകൂടി അലോക് വളരെ നല്ലവനായി അനുശ്രീയോട് മാപ്പ് പറിച്ചിലും കരച്ചിലും കാല് പിടിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം അനുശ്രീ അപ്പോഴും മനസ്സ് ഒന്നും മാറുന്നില്ല കേട്ടോ. പാവം തോന്നിയെങ്കിലും അലോകിനോട് ക്ഷമിക്കണം, അലോകിന്റെ കൂടെ ചേർന്ന് ജീവിക്കണം എന്നൊന്നും അനുശ്രീ ചിന്തിക്കുന്ന പോലുമില്ല. പക്ഷെ അവിടെ അലോകിന് അതാണ് ലക്ഷ്യം, അനുശ്രീയെ എങ്ങനെയെങ്കിലും വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്നിട്ട് അവളെ പൊന്നുപോലെ നോക്കണം, ഇതൊക്കെയാണ് അലോക് വിചാരിക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയോട് പോയി പറയാനും പോകുന്നുണ്ട്, അനുശ്രീയോട് ചെയ്ത തെറ്റ് തിരുത്തണം, അവളെ എനിക്ക് വിവാഹം കഴിക്കണം, അവളെ അല്ലാതെ വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ല അച്ഛമ്മേ എന്നൊക്കെ പറഞ്ഞ് അലോക് കരഞ്ഞിങ്ങനെ പറയുമ്പോൾ അച്ഛമ്മ അവസാനം അതിൽ തെറ്റില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് എത്തുകയാണ്. എന്തായാലും ഭാര്യയാണെന്നൊക്കെ പറഞ്ഞ് അനുശ്രീ ഇവിടെ കയറി വന്നു, കുറച്ച് ദിവസം ഇവിടെ താമസിച്ചതും ഒക്കെ അല്ലേ, അപ്പൊ പിന്നെ ഇനി അവരെ തമ്മിൽ ശരിക്കും ഒരു കല്യാണം കഴിപ്പിക്കുന്നതിൽ എന്താ തെറ്റ് എന്നൊക്കെ നേരത്തെ തന്നെ ഈ അച്ഛമ്മ ആലോചിച്ചതാണ്. ഇപ്പൊ അത് വീണ്ടും ഒന്നുകൂടെ ആലോചിക്കുകയാണ്. ഇനിയിപ്പോൾ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഇവരുടെ കല്യാണം നടത്താം, അതോടുകൂടി ഈ കേസിനെ കുറിച്ചും പ്രശ്നത്തെക്കുറിച്ചൊക്കെ എല്ലാവരും അങ്ങോട്ട് മറക്കട്ടെ, അതോടുകൂടി ഈ രണ്ട് കുടുംബങ്ങളും ഒന്നാവുമെങ്കിൽ അതും നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ച
പക്ഷെ അച്ചമ്മ ഈ കാര്യത്തിൽ ഒരു മുൻകൈ എടുക്കാൻ പോവാണ്. പക്ഷെ ബാലന് ഗോമതി ഒന്നും ഒരു കാലത്ത് സമ്മതിക്കാൻ പോകുന്നില്ല കേട്ടോ. ഗോമതിക്ക് ഏട്ടന്റെ മോനോട് സഹതാപമൊക്കെ ഉണ്ടെങ്കിലും അനുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനൊന്നും ഗോമതി എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അനുവും അലോകും ഒന്നാകണമെന്നാണോ അതോ വേണ്ടാന്നാണോ എന്നൊക്കെ പറയൂട്ടോ. താങ്ക് യു. ബൈ.